ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സാഹചര്യങ്ങളെ നോക്കി പകച്ചു നിൽക്കാതെ, ഭയന്ന് നിൽക്കാതെ, കർത്താവ് എല്ലാ നാളും നിങ്ങളോട് കൂടുണ്ട്. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനങ്ങളെ ധൈര്യപ്പെടുത്താൻ പറയുന്ന ചില വാചനങ്ങളാണ്. അതിൻ്റെ 31-ൻ്റെ 6-ാം വാക്യം പറയുകയാണ്, ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. അവരെ പേടിക്കരുത്. എന്നിട്ട് പറയണം, ഭ്രമിക്കേമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ശത്രുവിനെ കണ്ട്, ആ രോഗത്തെ കണ്ട്, ആ വിഷയത്തെ കണ്ട്, നിങ്ങളുടെ ആ പ്രതികൂലത്തെ കണ്ട് ഇന്ന് ഭയപ്പെട്ടിരിക്കരുത്. നിങ്ങളുടെ ശത്രുവിനേക്കാൾ, രോഗത്തേക്കാൾ, ആ വിഷയത്തേക്കാൾ, പ്രതിസന്ധിയേക്കാൾ എത്രയോ വലിയവനാണ് യേശു. മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആ പുത്രൻ. പുത്രൻ്റെ നാമത്തിനത്ര പവറാണ്. യേശുവിൽ വിശ്വസിക്കുന്ന രോഗിയുടെ മേൽ കൈവച്ചാൽ പോലും അവിടെ സൗഖ്യം നടക്കും. നിങ്ങൾ സാഹചര്യങ്ങളെ കണ്ട് പേടിക്കരുത്. കാര്യം ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറിയിരിക്കുന്നു. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഒരു മതം മാറി പുതിയൊരു മതത്തിലേക്കല്ല ചേർന്നത്. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറുകയായിരുന്നു. ആ ദൈവരാജ്യത്തിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവുണ്ട്. യേശു പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും പ്രിയപ്പെട്ടവരും സ്നേഹിതരും ഒക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞു, തള്ളിപ്പറഞ്ഞു, മാറി നിന്നു. പക്ഷെ ഒരിക്കലും മാറി നിൽക്കാതെ നല്ലൊരു സ്നേഹിതൻ, നല്ല വഴികാട്ടി, നല്ല മിത്രം ആണ്. മോശയ്ക്ക് ആ ധൈര്യമുണ്ട്. ഇസ്രായേൽ ജനങ്ങളോട് പറയാണ്, ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ. ഈ പ്രതികൂലത്തെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ തനിച്ചു വിടുന്നില്ല. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തുമില്ല. എന്നിട്ട് പറയണം, പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേൽ മക്കളും കാങ്കെ അവരോട് പറഞ്ഞ് എന്തെന്നാ, ബലവും ധൈര്യവും ഉള്ളവരായിരിക്കുക. ഈ ഭയപ്പെടരുത് എന്നുള്ള വാക്ക് തന്നെ ബൈബിളിൽ 365 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവരും ഭയപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആ സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ആ വിഷയത്തെ നോക്കി ഭയന്നിരിക്കാതെ
ധൈര്യം തരുന്ന, കൂടെ വരുന്ന, കരം പിടിച്ച് നടത്തുന്ന ആ കർത്താവിനെ നാം തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പറയാണ്, യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. നിങ്ങളുടെ ആ വിഷയത്തിന് മുമ്പ്, നിങ്ങളുടെ ആ പ്രശ്നത്തിന് മുമ്പ് യേശു നടക്കുന്നെന്ന് വിശ്വസിക്കാം. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ മുമ്പേ നടക്കുന്നുണ്ട്. എന്നിട്ട് പറ, അവൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരിക്കലും ദൈവഭക്തനായ ഒരു മനുഷ്യൻ കർത്താവും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നൊരു ആത്മീയ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഇങ്ങനെ നടന്നു പോവുക, കടൽക്കരയിൽ കൂടെ കർത്താവും അദ്ദേഹം കൂടെ നടന്നു പോകുന്നൊരു ആത്മീയ അനുഭവം. കുറേ ദൂരം ചെല്ലുമ്പം 4 കാൽപ്പാടുണ്ടായിരുന്നത് പിന്നെ 2 കാൽപ്പാടേ ഉള്ളൂ. 2 വ്യക്തിയുടെ കാൽപ്പാടേ ഉള്ളൂ, ഒരാടേ ഉള്ളൂ, 2 കാലുകൾ. അപ്പോൾ അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഇത്രയും പ്രതികൂലം വന്നപ്പോൾ കർത്താവിനെ കൈവിട്ടോ, മാറിപ്പോയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, സൂക്ഷിച്ചു നോക്കി, ആരുടെ കാൽപ്പാടാണ്? ആ പ്രതികൂല സാഹചര്യത്തിൽ കാണുന്ന കാൽപ്പാട് കർത്താവിൻ്റേതായിരുന്നു, യേശു ക്രിസ്തുവിൻ്റേതായിരുന്നു. അപ്പോൾ എൻ്റെ കാൽപ്പാട് എന്ത് എന്ന് ചോദിച്ചപ്പോൾ പറയാം, നീ എൻ്റെ തോളിലായിരുന്നു അന്നേരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ യേശു ക്രിസ്തു നമ്മെ തള്ളിക്കളയുന്ന കർത്താവല്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ട്. യഹോവ തന്നെ നിന്നിട്ട് പറഞ്ഞു, നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോട് കൂടെ ഇരിക്കും, കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് പറയണം, നിന്നെ കൈവിടത്തില്ല. നമ്മൾ ഒരിക്കലും കൈവിടത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ കൈവിട്ടില്ലേ? പക്ഷെ കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഉപേക്ഷിച്ച് കളയത്തില്ല. എന്ന് പറയണ, പേടിക്കരുത്, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണെങ്കിൽ, ആ രോഗം നിങ്ങളെ തകർത്ത് കളയുമെന്നാണ് റിപ്പോർട്ടെങ്കിൽ, അവൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ സാമ്പത്തിക പ്രതിസന്ധി നിന്നെ, കടഭാരം നിന്നെ മുക്കിക്കളയത്തില്ല. ആ എതിർപ്പുകൾ, ആ ശത്രുക്കൾ ഒരിക്കലും നിന്നെ തകർത്ത് കളയത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിനിൽ ആശ്രയിക്കുന്നവർ, യേശുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ചോ, അവർ പിന്നെ തനിച്ചല്ല, കർത്താവ് കൂടുണ്ട്. അവരുടെ ഉള്ളിൽ കർത്താവ് വസിക്കുകയാണ്, കർത്താവരെ ഗൈഡ് ചെയ്യുകയാണ്. ഒന്ന് വിശ്വസിക്കാം. ഇന്ന് പകൽ നിങ്ങൾ പോകുന്ന ആ സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, എത്ര ഭയപ്പെടുന്ന സാഹചര്യം ആയിക്കോട്ടെ, ആ സാഹചര്യത്തോട് പറയണം, എൻ്റെ കൂടെ പോരുന്നൊരു കർത്താവുണ്ട്, എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട്, എനിക്ക് മുമ്പേ നടക്കുന്നൊരു യേശുവുണ്ട്. ഒന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയൊരു ധൈര്യം, ഉറപ്പ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവർക്ക് ലഭിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. ആരുമില്ല എന്നുള്ള ചിന്ത മാറിപ്പോകട്ടെ. യേശു കർത്താവ് കൂടെ ഇരിക്കുന്നത് ഇവർക്ക് വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ രോഗിയുടെ മേൽ വ്യാപരിക്കും. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറട്ടെ, അവർ വിടുതലാകട്ടെ. സാമ്പത്തിക വിഷയങ്ങളിൽ വിടുതൽ ലഭിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.